ശബരിമലയിൽ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഗുരുതര വീഴ്ച. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ദർശനം നടത്താനാകാതെ പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നും ഭക്തർ മടങ്ങി. പമ്പ മുതൽ സന്നിധാനം വരെ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വന്നത് 18 മണിക്കൂർ നേരം. കുടിവെള്ളം പോലും കിട്ടാതെ നിരവധി ഭക്തർ തളർന്നു വീണു. ബാരിക്കേഡ് ചാടിക്കടന്നും ഭക്തർ രോഷം പ്രകടമാക്കി. സമയം ഉച്ചയ്ക്ക് 2 മണി. സന്നിധാനത്ത് 18ാം പടിക്ക് താഴെ നിന്നുള്ള കാഴ്ചയാണിത്. അത്യന്തം ഭയാനകമായ കാഴ്ച. മണിക്കൂറുകളോളം ക്യൂ നിന്ന് മടുത്ത ഭക്തർ നിവൃത്തികെട്ട് ബാരിക്കേഡുകൾ ചാടിക്കടന്നു. പോലീസിന്റെ നിയന്ത്രണത്തിനപ്പുറം തിക്കും തിരക്കും. പതിനാറും 14 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്ന ഭക്തർക്ക് ദാഹജലം പോലും കിട്ടിയില്ല. വിരിവെക്കാനിടമില്ല, ശുചിമുറിയില്ല. ഭക്തജനരോക്ഷം അണപൊട്ടിയപ്പോൾ അയൽ സംസ്ഥാന ഭക്തർ കേരള സർക്കാരിനെ വാക്കാൽ പുച്ഛിച്ചു. 10 പൈസ பிரச்சனை இல்லை. காவல்துறை அதிகாரிகள் குவாலிட்டியான ஆளுங்க கிடையாது. ரெண்டாவது குழந்தைங்க, பெண்களுக்கு, ஜென்ஸ் வயசானவங்களுக்கு ஒரு ஸ்பெசிஃபிகேஷனே கிடையாது. அதாவது பாத்ரூம் வசதி இல்லை, குடிக்கிறதுக்கு தண்ணி கூட விட்டுருங்க. 7 மணி நேரம் ஒரு இடத்துல நிற்க வைக்கிறேன்னா அதுக்கு அந்த ஸ்பெசிஃபிகேஷன் இருக்கணும். 4 கிலோமீட்டர் எங்கேருந்து பம்பாவிலேருந்து இந்த இடத்துக்கு வரணும்னா சரிங்களா? இந்த கவர்மெண்ட் என்ன பண்ணுது? பக்தர்கள் வரணும், கார்த்திகை மாதம் ஆனால் கோயில் திறந்து இவ்வளோ ஸ்பெசிஃபிகேஷன் கொடுக்குறாங்கல்ல. இது வரைக்கும் இந்த கோயிலுக்காக என்ன பண்ணியிருக்கு? விடுதலை பட்சமாக பார்க்குறாங்களா இந்து கோயில்னா? சார், நான் திருவண்ணாமலேருந்து வரேன் சார். ரொம்ப கூட சார், பம்பிலேருந்து அடிச்சு விட்றாங்க. இது வந்து ஒரு நாளைக்கு வந்து 90 பேர் போட்டுக்கிறேன்னாச்சுக்கா, நீ கட்டுப்படுத்தி விட்டுனா கூட வந்து தைரியம் கரெக்டாக டைமிங் எக்ஸ்ட்ரா போட்டுருந்தா கரெக்டாக இருக்கும் கூட்டத்தை பார்க்கறதுக்கு. நீ டைமிங்கே போடாத, நீ என்ன பண்ணுற அப்படியே கூட்டத்தை கட்டுப்படுத்தி இருந்தால் எப்படி கூட்டம் அதிகமாக தான் இருக்கும். போன வருஷம் பார்த்தீங்கன்னா இதே டைமில் நல்ல ரஷ் எல்லாம் இருந்து மெயின்டெனன்ஸு சுத்தமாக கிடையாது. ஒரு பாத்ரூம் சுத்தமாக இல்லை, குழந்தைங்களுக்கு சுத்தமாக பாதுகாப்பே இல்லை. வராங்க போகிறாங்க, வழி கூட எந்த வழியில் போகணுன்றதை சொல்ல மாட்டேங்கிறாங்க. மாற்றி விட்றாங்க. ஒன்று 18 படி பாதி பேர் போல, சாமியும் பாதி பேர் தரிசனம் பண்ணல. போன வருஷம் அந்த மாதிரி கிடையவே கிடையாது. மெயின்டெனன்ஸ் சூப்பராக இருந்துச்சு, பக்காவாக இருந்துச்சு. ஆனால் இப்போது ஒரு மெயின்டெனன்ஸ் கூட கிளியராக இல்லை. Very worst sir. Very bad. I am from Vellore. Very bad. Police is very useless. Police is not working. Very bad. Children also facing so many problems. See, the police also not caring about the people, not giving the water also properly. What is this? At a mandal time so many people will come. After Makara Jyoti also so many people will come. But people are facing so many problems. They are not taking certain precautions to about the pilgrims. Why then? What is the government is doing? വൈകാരിക രോക്ഷ പ്രതികരണവുമായി മലയാളി ഭക്തരും. സ്വാമി ശരണം. ഞാൻ ജീവിതത്തിൽ ഇനി ഞാൻ ശബരിമലയ്ക്കില്ല. അത്രയും മനസ്സിൽ നൊന്നുണ്ട്. അതേപോലത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആ പിശാചുകളെ ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് നന്നാവില്ല. ഇത് ഞാൻ മനസ്സുരുക്കി പറയുന്നതാ. അവർ നന്നാവില്ല, മനസ്സുരുക്കി പറയുന്നതാ. ജനിച്ചു പോയതിന് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് നമുക്ക് നാണക്കേട് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് വെള്ളം വരെ കുടിക്കാൻ കുട്ടികൾക്ക് വെള്ളം വരെ ചോദിച്ചിട്ട് കൊടുക്കത്തില്ലേ പോലീസുകാർ? അതേപോലെ വരുന്നു. കുറേ നേരം ഇപ്പോൾ 18ാം പടി ചവിട്ടാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ കെട്ടിടത്ത് വന്ന് 18ാം പടി ചവിട്ടിയിട്ട് അയ്യനെ കാണാനാണ്. അതുപോലെ ഇപ്പോൾ പറ്റില്ല. അവിടെ നിന്ന് കടത്തി ഇതിലെ വിട്ട് ഇവിടെ വന്നാൽ കയറാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചങ്ങോട്ട് പോകാൻ. ഇതേപോലെ ഇവിടുത്തെ പോലീസുകാർ പറയണേ. സ്വസ്ഥമായി തൊഴാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക. ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമായപ്പോൾ വീഴ്ച ഏറ്റുപറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്ന് മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കുറ്റപ്പെടുത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം. സന്നിധാനത്തെ സാഹചര്യം ഭയാനകമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചത്. ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2ാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ, ഇവർ ചന്ദ്രൻ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു. ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത്. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നല്ല.
സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ നിലയ്ക്കലിലും പമ്പയിലും ഭക്തരെ തടയാനാണ് പോലീസ് തീരുമാനം. ഇത് ശബരിമല പാതകളിലും ഇടത്താവളങ്ങളിലും തിരക്കിന് വഴിവെക്കും. 18-ാം പടിയിൽ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും വീഴ്ചയായി. ഓൺലൈൻ ബുക്കിംഗ് ഡിസംബർ 10 വരെ പൂർത്തിയാണ്. ഓൺലൈൻ ബുക്കിംഗ് 70,000-ഉം സ്പോട്ട് ബുക്കിംഗ് 20,000-ഉമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ജനം, സന്നിധാനം.